നമസ്കാരം. പുതിയ ചാര ഉപഗ്രഹം വിക്ഷേപിച്ച് ഇസ്രായേൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കും എന്നൊരു കാര്യത്തിൽ ഇസ്രായേലിന് ഇപ്പോൾ ചെറിയ ഭയമൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോ കാരണങ്ങളാണ് അവരിങ്ങനെ നിരത്തുന്നത്. ഇസ്രായേലിന് ഭയമാണ് ശരിക്കും ഫലസ്തീനിൻ്റെ സ്വതന്ത്ര രാഷ്ട്രമായി കഴിഞ്ഞാൽ ഇസ്രായേലിന് കൂടി അവർ പിടിച്ചെടുക്കുമോ എന്നുള്ള കാര്യം. കാരണം ഇവർക്ക് ഒരുപാട് രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. ഗസയിൽ ഇത്രയും ആളുകൾ പിന്തുണയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ അവിടെ നടത്തുന്ന ഇത്തരം അക്രമം കണ്ടു തന്നെയാണ് പല രാജ്യങ്ങളും ഇപ്പോൾ ഗസയെ പിന്തുണയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗസയ്ക്ക് ആളുകൾ കൂടി വരുന്നതെന്നും പറയാം. പശ്ചിമേഷ്യയിലെ നിരീക്ഷണം കൂടുതൽ തന്നെ ശക്തമാകുന്നതിന് വേണ്ടിയാണ് ഇസ്രായേലിന്റെ ഈ നീക്കം പോലും നടക്കുന്നത്. ഇറാനെതിരായ നീക്കങ്ങളിൽ സഹായിച്ച് 12,000 ചിത്രങ്ങൾ നൽകിയതിന് സമാനമായ പ്രവർത്തനം നടത്തുന്നതാകും OFK 19 എന്ന പുതിയ ഉപഗ്രഹം. ഇസ്രായേൽ ഉപരോധം തന്നെ ഇപ്പോൾ നടത്തുന്നുണ്ടെന്നും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. OFK 19 എന്ന പേരിട്ടിരിക്കുന്ന ഈ ഒരു സംഭവം എന്താണ് ശരിക്കും അവിടെ നടത്തുന്നത് എന്നതറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. സമീപ വർഷങ്ങളിൽ തന്നെ നിരവധി ഉപഗ്രഹങ്ങൾ ഇസ്രായേൽ ഇതിനു മുൻപും ബഹിരാകാശത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് കമ്പനി ഡ്രോണുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവയ്ക്കൊപ്പം തന്നെ ഉപഗ്രഹങ്ങളും വൻതോതിൽ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്നുണ്ട്. മധ്യ ഇസ്രായേലിലെ പാൽമാഹിം വ്യോമ കേന്ദ്രത്തിൽ നിന്നാണ് ചൊവ്വാഴ്ച ഇത് വിക്ഷേപിച്ചത്. ഇതിന്റെ ആദ്യ രൂപമായ OFK 16 2023 വിക്ഷേപിച്ചു. സമീപ വർഷങ്ങളിൽ നിരവധി ഉപഗ്രഹങ്ങളാണ് ഇസ്രായേൽ ബഹിരാകാശത്തേക്ക് എത്തിച്ചത്. ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് കമ്പനി ഡ്രോണുകൾ തന്നെ, യുദ്ധവിമാനങ്ങൾ എന്നിവയ്ക്കൊപ്പം ഉപഗ്രഹങ്ങളും വൻതോതിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്നുണ്ട്. മധ്യ ഇസ്രായേലിലെ തന്നെ പാൽമാഹിം വ്യോമ കേന്ദ്രത്തിൽ നിന്നാണ് ചൊവ്വാഴ്ച വിക്ഷേപിച്ചത്. ഇതിന്റെ ആദ്യ രൂപമായ OFK 16 2023 വിക്ഷേപിച്ചിരുന്നു. ഈ മാസം അവസാനം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഫ്രാൻസ് ഫലസ്തീൻ രാഷ്ട്രത്തെ തന്നെ അംഗീകരിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇസ്രായേൽ സന്ദർശിക്കാനുള്ള ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ അഭ്യർത്ഥന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിരസിച്ചതായി ഹീബ്രു മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതെന്ന് പറയാം. UNGA സമ്മേളനത്തിന് മുന്നോടിയായി തന്നെ ടെൽ അവീവിലേക്ക് ഒരു ചെറിയ യാത്ര നടത്താൻ മാക്രോൺ ആഗ്രഹിച്ചിരുന്നു. അവിടെ തന്നെ ഫ്രാൻസ് മറ്റു പാശ്ചാത്യ രാജ്യങ്ങളുമായി ചേർന്ന് ഫലസ്തീൻ രാഷ്ട്രത്തെ ഏകപക്ഷീയമായി അംഗീകരിക്കുമെന്നും കരുതിയിരുന്നു. എന്നാൽ ഫ്രാൻസ് ആസൂത്രിത പ്രമേയം പിൻവലിച്ചാൽ മാത്രമേ സന്ദർശനത്തിന് അനുമതി നൽകൂ എന്ന് തന്നെ നെതന്യാഹു പറയുകയും ചെയ്തു. ഫ്രഞ്ച് നേതാവ് ഈ നിർദ്ദേശം നിരസിച്ചു. നെതന്യാഹുവിന് മാക്രോൺ ഒരു സന്ദേശം അയച്ചു. താൻ വരാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞായിരുന്നു എത്തിയിരുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇത് ശരിയായ സമയമല്ലെന്ന് നെതന്യാഹു മറുപടിയും നൽകി. മുൻ ഫ്രഞ്ച് ഇസ്രായേൽ നിയമസഭാ അംഗം മേയർ ഹബീബ് ഇസ്രായേലി മാധ്യമങ്ങളോടും പറഞ്ഞു. മറ്റൊരു ഇസ്രായേലി ഉദ്യോഗസ്ഥൻ തന്നെ ഹീബ്രു നെറ്റ്വർക്കായ കാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റിനോട് തന്നെ പറഞ്ഞ കാര്യമാണിത്. മാക്രോണിന് 2 വഴികൾ അനുവദിക്കില്ല എന്നും പറയുന്നുണ്ട്. കൂടാതെ തന്നെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രി ഗിഡിയൻ സാർ അതുപോലെ മാക്രോണിനെ നേരിട്ട് വിമർശിക്കുകയും ചെയ്തിരുന്നു. ഫലസ്തീൻ പ്രകോപനത്തെയും തന്നെ കുറ്റവാളികളായി തന്നെയും ആക്രമണകാരികളായിട്ടുള്ള പണമടക്കലുമായിട്ടുള്ള ആക്ഷേപത്തിനെ മുതിർന്ന ഫലസ്തീൻ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കായുള്ള വിസയെക്കുറിച്ചും മാക്രോൺ കൂടുതൽ തന്നെ ആശങ്കാകുലനാണെന്നും ആരോപിച്ചു. മാക്രോൺ ഭാഗമല്ല എന്ന പേരിൽ തന്നെ ഒരു സംഘർഷത്തിൽ ഇടപെടുന്നുവെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. ഫ്രഞ്ച് നേതാവിന്റെ സമീപനം പ്രാദേശിക സ്ഥിരതയെ ദുർബലപ്പെടുത്തുകയും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിനെയും അന്താരാഷ്ട്ര സംവിധാനത്തെയും ഒക്കെ തന്നെ ഏകപക്ഷീയമായി തന്നെ നീക്കങ്ങളിലേക്ക് വലിച്ചിടുകയും ചെയ്യുന്നുവെന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ പ്രവർത്തനങ്ങൾ അപകടകരമാണെന്നും അവ സമാധാനം കൊണ്ടുവരില്ല എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. സാറിന്റെ വിമർശനത്തിനെതിരെ തന്നെ ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രി ജീൻ നോയൽ ബാരറ്റ് പ്രതികരിക്കുകയും ചെയ്തു. മാക്രോണിന്റെ തന്നെ മുൻകൈ വലിയ ഇളവുകൾ നേടിയിട്ടുണ്ടെന്ന് അദ്ദേഹം വാദിച്ചു. ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ഗസ സിറ്റിയിൽ തന്നെ മരണസംഖ്യ ഉയരുന്നുണ്ട്. ഇന്നലെ കൊന്നുതള്ളിയത് 73 പേരെയാണ്. പട്ടിണി മൂലം 6 മരണം കൂടി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.